കുറേ പേര് നിരന്നിരിക്കുന്നു. നിരന്നിരുന്നപ്പോൾ ഇരിക്കുന്നതിനകത്ത് നടുക്ക് ഒരു 6-7 പേരുണ്ട്. നടുക്ക് ഐസ് കട്ട കൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യനായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു നീല പാമ്പ് കിടക്കും. അതിന്റെ വലതുവശത്ത് ഇവർക്ക് തിരിച്ചറിയുന്ന ഒരാളിരിപ്പുണ്ട്, യേശു. ഇവർക്ക് അറിയാന്നുള്ള ഒരാൾ യേശു തൊട്ടടുത്ത്. അതിനപ്പുറത്ത് ഒരാളുണ്ട്, ഇവർക്ക് അറിയില്ല. അതാരാ? ഒരു പച്ച തലക്കെട്ട് കെട്ടിയ ഒരാൾ. പച്ച തലക്കെട്ട് അതാരാ? കിടക്കുമ്പോ അയാളുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് മുമ്പിലോട്ട് വന്ന് അതങ്ങ് ഉയർന്നു പോകും. അങ്ങനെ ഒരു കുറെ ഉയരത്തിൽ ചെന്ന ശേഷം ഇയാൾ തിരിഞ്ഞു ഞാൻ നോക്കുന്നു. നോക്കിയപ്പോ ഭാര്യ എടുക്കലൊരു ആള് കിടക്കും, മറ്റൊരാൾ കിടക്കും. പുള്ളി തീർന്നു. അറിയിക്കേണ്ടവരെ അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്താ വേണ്ടത് ചെയ്യുക. പുള്ളി എന്തായാലും ഓക്കെയാണ് എന്ന് ഡോക്ടർ പറയുന്നു. പക്ഷെ ഞാൻ അവിടെ നിൽക്കൊണ്ടല്ലോ, ബോഡി കിടപ്പുണ്ട്. പക്ഷെ ഒരിക്കലും നമുക്ക് അവിടെ നിന്ന് മാറാൻ പറ്റത്തില്ല. മാറാൻ മാറ്റിയായിരുന്നു ഡെത്തായി പോയി. ഞാനൊരു ഡോക്ടറുടെ മുന്നിലാണ് ഇരിക്കുന്നത്. ഈ കഥകളെല്ലാം അല്ലെങ്കിൽ ഈ അനുഭവങ്ങളെല്ലാം പറയുന്ന ഒരു ഡോക്ടറാണ്. ഇന്ന് മറ്റാരുമല്ല, നമ്മളോടൊപ്പം മുന്നേ എപ്പിസോഡുകൾ വന്ന ഡോക്ടർ രാജൻ. അദ്ദേഹം തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്തേ ഡോക്ടർ. എനിക്ക് തോന്നുന്നു 1 മാസം മുമ്പ് നമ്മൾ ഇങ്ങനെ ഇരുന്നു, ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു, കമൻറ്റുകൾ വായിക്കാനിടയായി. അങ്ങനെ വിളിച്ച് ഞാനിതിനെന്ത് മറുപടി പറയണം, ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പ്രത്യേകിച്ച് മറുപടിയില്ല. കാര്യം നമുക്ക് മാത്രം അനുഭവിക്കുന്ന കാര്യങ്ങൾ. അത് ചിലപ്പോൾ മറ്റൊരാൾക്ക് ഇത് മനസ്സിലായി എന്ന് വരില്ല. അതെ, വിറ്റ്നസ് ഇല്ല. ഇതൊരു കേസോ അത്തരത്തിലുള്ള കാര്യങ്ങൾ. നമ്മളെ മനസ്സിൻ്റെ അറിവുകൾ, നമുക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒരു ഓപ്പൺ വേദിയിൽ പറയുന്നുവെങ്കിൽ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഞാൻ അങ്ങയെ ഈ ഷോയിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ അങ്ങയോട് ഇന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വ്യക്തി മരണപ്പെട്ടാൽ, ഞാൻ പല സമയത്തും അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ഒരു കറുത്ത ഹോളിൽ കൂടെ അല്ലെങ്കിൽ ഒരു പ്രകാശത്തേക്ക് നമ്മളിങ്ങനെ നടന്നു പോകുന്നതായിട്ടും വലിച്ചഴക്കപ്പെട്ട് കൊണ്ടുപോകുന്നതായിട്ടൊക്കെയാണ് പലരും മരണത്തിലേക്കുള്ള യാത്ര പറയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടോ പോകുന്ന ഒരു പ്രകാശത്തിൻ്റെ അടുത്ത് പോയിട്ട് ചിലപ്പോൾ തിരിച്ച് ജീവൻ വെച്ച് അവർ വന്ന് അഭിമുഖങ്ങൾ നൽകിയ ഒരുപാട് വീഡിയോകൾ ഈ യൂട്യൂബുകളിലുണ്ട്. അങ്ങ് എങ്ങനെയാണ് ഈ ഒരു മരണത്തെ എങ്ങനെയാണ് കാണുന്നത്? 1-2 പേര് നേരിട്ട് പറഞ്ഞ അനുഭവം എനിക്കറിയാം, അല്ലാതുള്ള അനുഭവങ്ങളും കുറെ അറിയാം. ഇതെല്ലാം വിഭിന്നമാണ്, ഒന്നിനൊന്നിനോട് സാമ്യതയില്ല. എന്നാൽ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഒരു ഉദാഹരണം എൻ്റെ നാട്ടിൽ നടന്നതാണ്. അവര് ക്രിസ്തീയ വിശ്വാസികളാണ്. ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ ഉണ്ടായിരുന്നു, റിട്ടയർഡായി, വയസ്സായി, പ്രായമായി മരിച്ചു. എന്നെ വിളിച്ചു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ മരണം സ്ഥിരീകരിക്കുക. സാധാരണ മരണം എങ്ങനെയാണ് സ്ഥിരീകരിക്കേണ്ടത്? ആ വിധത്തിൽ എല്ലാ നാടി മാത്രമല്ല, ഈ റിഫ്ലെക്സ് ഒക്കെ നോക്കും. അത് നോക്കി ഓക്കെ ഡെഡാണ്. അവർക്ക് പിന്നെ അടുത്തുള്ള വേറൊരു ഡോക്ടർ, MBBS ഡോക്ടറെയും വിളിച്ചു. അദ്ദേഹം ഡെഡാണ്. ഇത് രാവിലെ 9 മണിക്ക് മുമ്പാണ്. രാവിലെ ഇവരുടെ ഒരു മകൻ ഉത്തര കേരളത്തിലുള്ള ഒരു ജോലി. അപ്പോൾ പുള്ളി വന്ന് ഇവരെ പള്ളിയിൽ അടക്കാൻ പറ്റും. പുള്ളി വരാൻ വേണ്ടി ശകലം വൈകി. 4 മണി കഴിഞ്ഞു എന്നായിരിക്കും, 5 മണിയോടാണ്. 5 മണിയായപ്പോൾ അപ്പോഴത്തേക്ക് പുള്ളി വന്ന് അമ്മച്ചി എന്നും പറഞ്ഞിട്ട് ഈ ശബ്ദത്തിൻ്റെ പുറത്തേക്ക് വീണപ്പോൾ ഇവർ ഞെട്ടി ഉണർന്ന് ഇരിക്കുക. പെട്ടെന്ന് ചാടി എണ്ണിച്ചു. അതായത് രാവിലെ ഈ ശവം. അതെ, വൈകുന്നേരം മലബാറിൽ നിന്ന് ഇവിടെ എത്തണ്ടേ? അപ്പൊ അതൊരു ടൈമാണ്. മലബാറിൽ നിന്ന് ഇവിടെ എത്തണ്ടേ? അത്രയും ടൈം എടുത്തു. ബോഡി ആയിട്ട് കിടന്നു. അപ്പോൾ പെട്ടെന്ന് ഇവർ ചാടി എഴുന്നിട്ട് ഇവര് വലിയ ഭ്രമമാണ് ഇവർക്ക്. എന്താ പറ്റി, എനിക്ക് എന്താ പറ്റി, നിനക്ക് എന്താ പറ്റി എന്നല്ലേ ഇവർ ചോദിക്കുന്നു. പക്ഷെ ആർക്കും ഒന്നും തിരിയുന്നില്ല. വീണ്ടും എന്നെ രാത്രി വിളിച്ചു. 8 മണിയായപ്പോൾ വിളിച്ചപ്പോൾ അതെന്തിനാ വിളിച്ചെന്ന് ചോദിച്ചു. ഇവരെന്താ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അത് കൂടുതലും ഹിന്ദുവിന്റെ വിശ്വാസം അനുസരിച്ച പറയുന്നില്ല. അത് ക്രിസ്ത്യാനിയാണ്. അവര് കടുത്ത ക്രിസ്ത്യാനി എന്ന് മാത്രമല്ല, ഒരു കടുത്ത ഹിന്ദു വിരോധിയാണ്. ഹിന്ദു വിരോധിയാണ്. അങ്ങനെ ഒരു കാര്യം. ഹിന്ദു വിരോധിയാണ്.
അങ്ങനെയുള്ള ഒരു സ്ത്രീ മരിച്ചു. ഞാൻ അത് ഉടനെ തന്നെ ഞാൻ പോയി, വീണ്ടും പോയി നോക്കിയപ്പോൾ ഇതെന്താ പറയുന്നത് നോക്കിയപ്പോൾ ഇതെന്താ അമ്മച്ചി കണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയി അങ്ങനെ നടക്കണമെന്നങ്ങ് തോന്നി നടക്കുന്നു, ആരും മുന്നിലില്ല. അപ്പോൾ ഒരു മുമ്പിലൊരു വഴിയുണ്ട്. ആ വഴിയുടെ ഒരു സൈഡിൽ പാല് കെട്ടിക്കിടക്കുന്ന ഒരു തടാകം, അതിനകത്ത് ഒരു പാമ്പിനെ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഒരു നീല മനുഷ്യൻ കിടപ്പുണ്ട് പാലിൽ. അതൊന്നും ശ്രദ്ധിക്കാതെ ഇവര് നേരെ നടന്നപ്പോ ഒരു മുൻകരുതലൊന്നും ഇല്ലല്ലോ, ഇന്നടത്ത് എത്തുമെന്നുള്ള കരുതൽ, ചുമ്മാ നടക്കുക. അങ്ങനെ നടന്ന് പോയപ്പോ ഒരു കയറ്റമാണ്. ആ കയറ്റത്തില് കുറേ ദൂരം ചെന്നപ്പോ ഇപ്പൊ ഇവർക്ക് ക്ഷീണമായി. ആ സമയമായപ്പോഴത്തേക്ക് ഒരാൾ മേളിൽ നിന്ന് താപ്പോട്ടിറങ്ങി വരും. അപ്പോൾ അത് ഇവര് ശ്രദ്ധിച്ചപ്പോ ഇവരുടെ ഭർത്താവായിരുന്നു, 40 വർഷം 30 വർഷം മുമ്പ് മരിച്ച ഇവരുടെ ഭർത്താവാണ്. തിരിച്ചറിഞ്ഞു ഇറങ്ങി വരിക. രണ്ടുപേരും തമ്മിൽ പരസ്പരം നോക്കി നിന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കഴുത്ത് ഒരു വശത്തേക്ക് ഇങ്ങനെ വീണ് കിടക്കും. ഒരു വശത്തേക്ക് ഇങ്ങനെ വീണ് കിടക്കും. അത് മുറിഞ്ഞു മാറിയതാണോ? ആണ്. ഇങ്ങനെ മുറിഞ്ഞ് ഇങ്ങനെ നിൽക്കുക, മുറിവ് കണ്ടില്ല, വീണ് ഇങ്ങനെ കിടക്കുക. അപ്പൊ അവിടുന്ന് ഇവര് വീണ്ടും ചുമ്മാ നടക്കുക, ഉദ്ദേശമില്ലാതെ നടക്കുകയാണ്. ലക്ഷ്യമില്ല. നടന്ന് ചെന്നപ്പോ കുറെ പേര് നിരന്നിരുന്നപ്പോ ഇരിക്കുന്നതിനകത്ത് നടുക്ക് ഒരു 6-7 പേരുണ്ട്. നടുക്ക് ഐസ് കട്ട കൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യനായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു നീല പാമ്പ് കിടക്കും. നേരത്തെ ഒരു നീല മനുഷ്യനെ കണ്ടു, നീല മനുഷ്യനെ താഴെ കണ്ടു പാലിലിങ്ങനെ കിടക്കും. ഇതിപ്പോ കാണുന്നത് ഐസ് കട്ട പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഐസ് പോലെ ഇരിക്കുക. അതായത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ, വോയിഡ്, മാൻ ഓഫ് വോയിഡ് എന്ന് പറയും. കണ്ടു. അതിന്റെ വലതുവശത്ത് ഇവർക്ക് തിരിച്ചറിയുന്ന ഒരാളിരിപ്പുണ്ട്, യേശു. ഇവർക്ക് അറിയാന്നുള്ള ഒരാൾ യേശു തൊട്ടടുത്ത്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു ബലിപീഠം കിടപ്പുണ്ട്, അതിൽ ചോര കിടപ്പുണ്ട്. അതിന്റെ മുമ്പിൽ പുരുഷൻ നിൽക്കുന്നു. അതിനപ്പുറത്ത് ഒരാളുണ്ട്, ഇവർക്ക് അറിയില്ല അതാരാന്ന് ചോദിച്ചു നോക്കിയ എനിക്ക് മനസ്സിലായി. പറയുന്നുണ്ട്. ഈ പറയുന്ന ഈ ഗ്ലാസ് മനുഷ്യന്റെ ഇടതുവശത്ത് ഒരു പച്ച തലക്കെട്ട് കെട്ടിയ ഒരാള്, പച്ച തലക്കെട്ട്. അതൊരു പക്ഷേ അള്ളയായിരിക്കാം, അല്ലെ നബിയായിരിക്കും, എനിക്കറിയില്ല. ചിലപ്പോ അവരുടെ നബിയായിരിക്കും. പിന്നെ അതിന് ഇപ്പോഴത്തെ ഒരു ടർബൻ, ഈ പഴയ ഈ സിഖുകാർ കിട്ടുന്ന പോലെ ടർബൻ കെട്ടിയ ഒരാളിരുന്നു. ഇപ്പൊ ആകെ 5 പേരോ 7 പേരോ യേശുവിന് മാത്രമേ. അപ്പോ സംസാരിക്കുന്നത് ഈ ഐസ് കട്ട പോലെ ഇരിക്കുന്ന ആളാണ്. ആരും സംസാരിക്കും. എന്താണ് ചോദിച്ചത്? പറയുന്നത് ഒന്നും ചോദിച്ചില്ല. നീ പോയി കാല് കഴുകിയിട്ട് കഴുകാൻ പറഞ്ഞു. സ്വന്തം കാലാണോ? അവരുടെ കാല് കഴുകി അവിടെ പോയി, താഴെ തടാകമുണ്ട്, അവിടെ പോയി കഴുകിയിട്ട് വരാം. അപ്പൊ അവര് താപ്പോട്ട് നടന്നു, അവിടെ ചെന്നു. ഈ കാല് കഴുകാൻ അങ്ങോട്ട് കാല് താപ്പോട്ട് താത്തപ്പോഴും അതിന്റെ തണുപ്പ്, ഐസിന്റെ തണുപ്പ് കാല് പെട്ടെന്ന് ഇങ്ങി വലിച്ചു. ഈ പിൻവലിച്ചപ്പോ മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു, നിന്റെ സമയമായിട്ടില്ല, നീ തിരിച്ചു പോകും. തിരിച്ചു പോകും. ആ സമയത്താണ് മകൻ ഇവരുടെ ദേഹത്ത് വീഴുന്നത്. ഇപ്പൊ 4-5 മണിയായി. അപ്പോ മണിക്കൂറുകൾ 6-7 മണിക്കൂറുകളായിരുന്നു അതെ. ആ സമയത്താണ് മകൻ ഇവരുടെ ദേഹത്ത് വീഴുന്നത്. ഇപ്പോഴും അവര് ജീവനോടെ ഉണ്ടോ? ഇല്ല, 1 വർഷം കഴിഞ്ഞപ്പോൾ അവർ മരിച്ചു. 1 വർഷത്തിന് ശേഷം മരണപ്പെട്ടു. എത്ര വയസ്സായിരുന്നു അന്ന്? ഏതാണ്ട് എനിക്ക് ഓർമ്മയിൽ 90 വയസ്സൊക്കെ കാണും. 90 വയസ്സിലാണ് ഈ സംഭവം. അവരുടെ 90 വയസ്സിനടുത്തുള്ള പ്രായത്തിലാണ് സ്വപ്നം കാണുന്നത്. സ്വപ്നമല്ല, റിയലായിട്ട് നടക്കുന്നത്. ഞാനിത് കേട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാനിത് കേട്ട് അന്തം വിട്ട് നിൽക്കുക, ഇങ്ങനത്തെ അനുഭവം. അതിനുശേഷം അവര് ഹിന്ദു വിശ്വാസിയായി. അവര് കുറെ തള്ളിപ്പറയുന്നതൊക്കെ മാറ്റി. പിന്നെ അവരുടെ മക്കളൊക്കെ ഹിന്ദു വിശ്വാസത്തിലോട്ട് തിരിഞ്ഞു എന്നാണ് എന്റെ അറിവ്. അവര് പറഞ്ഞു ഇത് ഐസ് മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു ഇത് ശിവനാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു ബോധമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. അപ്പൊ മക്കളോടൊക്കെ പറഞ്ഞു ഇത് പറയുന്നത് ശിവനാണ്, മറ്റേത് പറയുന്നത് യേശുവാണ്. യേശുവിന്റെ മുമ്പിലാണ് ബലിപീഠം കിടക്കുന്നത്.
അതിൻ്റെ മുമ്പിലാണ് കുരിശ് നിൽക്കുന്നത്. അതേ കൂടെ ഒക്കെ ചോര ഒലിച്ചിട്ടുണ്ട്. ആ ചോര ഒലിപ്പിച്ച ആളാണ് താപ്പോട്ട് കണ്ടു എന്ന് പറയുന്ന ആള്. അത് സ്ഥിരമായി ചോര ഒലിപ്പിച്ചുകൊണ്ടിരിക്കുകയാകാം, നമുക്കറിയില്ല. അറിയില്ല. ഭർത്താവിനെ കണ്ടു, മരണപ്പെട്ട ഭർത്താവിനെ. അതെ അതെ അതെ, ചോര ഒലിപ്പിച്ചുകൊണ്ടിരിക്കുകയാകാം. നമുക്ക് അതിനെപ്പറ്റി തെറ്റെന്നോ കുറ്റമൊന്നും പറയാനില്ല. പക്ഷേ കണ്ടു. അത് കഴിഞ്ഞ് അവര് വീണ്ടും ശരീരത്തിൽ പ്രവേശിച്ച് ജീവനാകുകയും ചെയ്തു. അതിനുശേഷം അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക എനർജി കിട്ടിയതായിട്ട് എന്തെങ്കിലും? ഇല്ല, അവർ പിന്നെ ടയർഡാകുമായിരുന്നു. മൊത്തം അവർ ടയർഡായി 1 വർഷം ആയപ്പോഴത്തേക്ക് വീണ്ടും മരിച്ചു, മരണപ്പെട്ടു. അന്നേരം ഞാൻ തന്നെയാണ് പോയി. അന്നേരം ഞാൻ തന്നെയാണ് പോയി കൺഫേം ചെയ്തത്. കേട്ടോ, അതാണ് ഞാൻ ഇൻ്റർവ്യൂ നമ്മൾ ചെയ്യുമ്പോഴും ഞാനൊരു ഡോക്ടറുടെ മുന്നിലാണ് ഇരിക്കുന്നത്. ഈ കഥകളെല്ലാം അല്ലെങ്കിൽ ഈ അനുഭവങ്ങളെല്ലാം പറയുന്നൊരു ഡോക്ടറാണ്. എപ്പോഴും പ്രേക്ഷകർക്ക് അതൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു എന്തെങ്കിലും ഒരു നമുക്കെന്തെങ്കിലും ഇതിന്റെ ബാക്കിയോടെ പറയാനുണ്ട്. ഈ സമയത്ത് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാനത് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. പക്ഷേ അത് എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് ഒരു ഡോക്ടറാണ്. അത് പ്രേക്ഷകരും മനസ്സിലാക്കണം തീർച്ചയായിട്ടും. ഈ സമയത്താണ് നമ്മുടെ ശ്രീ എം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പുറത്തിറക്കിയത്. അതിനകത്ത് കൈലാസത്തിൽ വെച്ചുള്ള ധ്യാനാനുഭവം എഴുതി. അപ്പൊ അത് ഞാൻ വായിച്ചപ്പോഴാണ് നടുക്ക് വോയിഡായിട്ടുള്ള ശിവൻ, വലതുവശത്ത് യേശു, ഇടതുവശത്ത് നബി എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ബുദ്ധന്റെ അനുയായിയായ ഒരു റിംബോച്ച് മറ്റോ ഉണ്ട്. അത് വായിച്ചറിയാം, ആ പുസ്തകം എടുത്ത് വായിച്ചറിയാം. വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹം കണ്ടതും ഇതും ഈ അമ്മ കണ്ടതും ഒന്ന്, ഈ ശ്രീ എം കണ്ടതും ഒന്നാണ്. തീർച്ചയായും ഇതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അതൊരു അനുഭവമാണ്. അതുകൊണ്ടാണ് ഒരുപാട് വർഷത്തിന് ശേഷമല്ലേ എമ്മിന്റെ പുസ്തകം വാങ്ങിയത്. പിന്നെ കുറെ കാലം കഴിഞ്ഞു. അപ്പോഴാണ് നമ്മളൊരു കൺക്ലൂഷനിൽ ഇത്തരം അനുഭവങ്ങളുടെ മുന്നോട്ട് പോകുമ്പോൾ ഇത് പിന്നെ മറ്റ് ഇതുപോലെ മരണങ്ങൾ സംഭവിച്ച ആളുകളുമായി അങ്ങ് സംവദിച്ചിട്ടുണ്ട്. അത് വേറെ, ഇത് പലർക്കും പല അനുഭവമാണ്. വേറെ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരാള് രാത്രി മൂത്രം ഒഴിച്ചിട്ട് വന്ന് കിടക്കുന്നു. ഇങ്ങനെ മലന്നാണല്ലോ കിടക്കുന്നത്. കിടക്കുമ്പോൾ അയാളുടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് പുറത്തേക്കുണ്ട്. തറയിലോട്ട് ശരീരം പോകുമ്പോൾ ഒരു ഫോട്ടോസ്റ്റാറ്റ് മുമ്പിലോട്ട് വന്ന് അതങ്ങ് ഉയർന്നു പോകും. അങ്ങനെ ഒരു ഉയർന്നു പോകും. ഉയർന്നു പോയി കുറെ ഉയരത്തിൽ ചെന്ന ശേഷം ഇയാൾ തിരിഞ്ഞു ഞാൻ നോക്കുന്നു. അപ്പൊ കാണാം, അയാൾ തിരിഞ്ഞു നോക്കിയപ്പോ ഭാര്യ അടുക്കൽ ഒരു ആൾ കിടക്കും. സ്വന്തം ഭാര്യ അടുക്കൽ ഒരാൾ കിടക്കും, മറ്റൊരാൾ കിടക്കും. എന്നുള്ള ആ ഒരു ഇതില് ഇയാൾ വന്ന് ഈ ഫോട്ടോസ്റ്റാറ്റ് സാധനം വന്ന് ശരീരത്തിലേക്ക് തിരിച്ചു കയറി. അപ്പൊ താൻ തന്നെ തന്റെ ശരീരമാണ് കിടക്കുന്നതെന്ന് തിരിച്ചറിയുന്നില്ല. മരണപ്പെട്ടാൽ അങ്ങനെ മരണത്തിൽ മാത്രമല്ല, യോഗയിലെ എല്ലാത്തിനകത്തും ഉണ്ട്. നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ശരീരത്തിൽ. അതായത് നമ്മൾ ധ്യാനിച്ചിരിക്കുന്നു. ഇപ്പം ഇൻസൈഡീസ് നമ്മളുടെ കുറച്ച് ചിത്രങ്ങൾ സിനിമയുണ്ട്. അതിലിതുപോലെ ആത്മാക്കള് ഈ ശരീരത്തിൽ നിന്ന് മാറി ദൂരെ നിന്ന് നമുക്ക് നമ്മുടെ ശരീരത്തെ കാണാൻ പറ്റുന്ന കുറച്ച് വിഷ്വലൈസേഷൻ ആ സിനിമയിലുണ്ട്. അതുപോലെയാണോ? ഞാനത് കണ്ടില്ല. അതുപോലെ ആയിരിക്കണം. പക്ഷെ അത് ഇങ്ങനെ ദൂരെ നിൽക്കാന്ന് പറയുമ്പോൾ അത് മറ്റേ ഈ ശരീരത്തിന്റെ പ്രധാനമായിട്ട് 2 ബോഡികളുണ്ട്. ഒന്ന് സ്ഥൂല ശരീരവും 2 സൂക്ഷ്മ ശരീരം. അപ്പൊ പൊങ്ങാനാകാത്ത സൂക്ഷ്മ ശരീരവുമായിട്ട് പുറത്തു നിൽക്കുന്നത് കൊണ്ടാണ് ഉയരാൻ പറ്റാതെ നിൽക്കുകയാണ് അത്. അല്ലെങ്കിൽ ഉയർന്നു പോയത്. അയാൾക്ക് സാധനങ്ങളോ അല്ലെങ്കിൽ പ്രവൃത്തികളിൽ നന്മയോ ഉണ്ടായിരുന്നെങ്കിൽ ഉയർന്നു പോയി. അതെ, ഈ നമ്മൾ ഒരു പുരാണത്തിലെ കഥ കേട്ടിട്ടുണ്ട്. ശരീരത്തോടു കൂടി പോയ സ്വർഗത്തിലേക്ക് പോയ ആൾക്കാരുടെ കഥകൾ കേട്ടിട്ടില്ലേ? അതെ, അതൊക്കെ ശരീരത്തെ അത്രത്തോളം ഭാരമില്ലാതാക്കണം പ്രവൃത്തി കൊണ്ടും ആഹാരം കൊണ്ടും. ആഹാരശുദ്ധോ ഇതെങ്ങനെയാക്കാം എന്ന് ഒരു ഋഷി ചോദിക്കുന്നുണ്ട്. ഉപനിഷത്തിലെ ഉത്തരം പറയുന്നു. ആഹാരശുദ്ധോ സത്വശുദ്ധോ ധ്രുവാസ്മൃതി സ്മൃതിലബ്ധി സർവഗ്രന്ഥീനാം മോക്ഷത തസ്മൈ ശരീരം മുതാഹ. അങ്ങനെ മറ്റോ അത് അവസാനിക്കും. ചോദിക്കുന്ന സുബ്രഹ്മണ്യന്റെ പൂർവ്വജന്മമാണ് ചോദിക്കുന്നത്. അല്ല, ഉത്തരം പറയുന്നു. കേൾക്കുന്ന ആള് നാരദ മഹർഷിയാണ്. അതാണ് ശരീരശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. ആ ശരീരം ആദ്യം ശുദ്ധമാകും. ശരീരശുദ്ധോ സ്വത്വശുദ്ധി. ശരീരശുദ്ധമാകുമ്പോൾ ആത്മാവ് ശുദ്ധമാകും. ആത്മാവ് ശുദ്ധമാകും. സ്വത്വശുദ്ധോ ധ്രുവാസ്മൃതിയോ. അപ്പോഴും മനസ്സിലാകും നീ എത്രയെല്ലാം ജന്മം കഴിഞ്ഞിട്ടുണ്ട്, നീ എന്തെല്ലാം കഴിഞ്ഞാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്, നിനക്കിനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള സ്മൃതി. ആ സമയം അതുവരെ ഉണ്ടായിരുന്ന സ്മൃതിയൊന്നും സ്മൃതി അല്ല.
മായയിലെ സ്മൃതിയാണ്. യഥാർത്ഥ സ്മൃതി ഈ സമയത്താണ് വരുന്നത്. സർവഗ്രന്ഥീനം. അതോടെ നിന്റെ എല്ലാ ഗ്രന്ഥി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജന്മജന്മാന്തര ബന്ധനങ്ങളാണ്. അതെല്ലാം പൊട്ടി മാറുന്നതാണ്. തീർച്ചയായിട്ടും. അങ്ങക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? എനിക്ക് ഇതുപോലെ വേറിട്ട് പോയിട്ടുണ്ട്. ആത്മാവ് വേറിട്ട് പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരവസ്ഥയിൽ എൻ്റെ രാത്രി 1 മണിയായി കാണും. 1 മണിയായി കൂടെ പഠിച്ച ഒരു സ്ത്രീ, ഏതോ ഒരു കാലത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ വന്ന് എൻ്റെ കൂടെ താമസിക്കുന്നു വെച്ചാൽ അത് വേറൊന്നും അല്ല, അത് കൂടെ അടുത്തുണ്ട്. ഞാൻ രോഗിയാണ്. ഞാൻ രോഗാവസ്ഥയിൽ ഒരു സ്ത്രീ വന്ന് എൻ്റെ കൂടെ 2 ദിവസത്തേക്ക് താമസിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം, 2ാമത്തെ ദിവസം ഇവരൻ ഓടി വന്ന് എന്നെ എടുത്തോണ്ട് ഓടും. ഇത് മറ്റുള്ളവർക്ക് ആ സ്ത്രീയെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു? അല്ല, ഞാൻ ഇത് അനുഭവിക്കുകയല്ലേ. അങ്ങ് അനുഭവിക്കുന്നു. കൂടെയുള്ള സ്ത്രീ മറ്റൊരാരെങ്കിലും കാണുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ല, അറിയത്തില്ല. കാരണം അവരുമായിട്ടൊന്നും ഒരു ബന്ധവും എനിക്കില്ല. അറിയാൻ വയ്യ. നമ്മൾ മറ്റൊരു ഒരു നിർജീവ അവസ്ഥ. അതെ, അത് അവര് അറിയണമെന്നില്ല. കാരണം ഇത് എന്റെ മാത്രം ഒരു കാര്യമായിരിക്കാനാണ്. അതൊന്നും അറിയണമെന്നില്ല. മറ്റൊരാരും അറിയില്ല. ഇല്ല, കൂടെ ഇങ്ങനെ ഒരു സ്ത്രീ ഉള്ളതുപോലും ആരും അറിയത്തില്ല. അപ്പൊ അത് എന്നെ എടുത്തോണ്ട് ഓടുന്നു. ഓടിയത് ഒരു ഇരുട്ടിലോട്ടാണ്. സാധാരണ നമ്മുടെ രാത്രി കാണുന്ന കറുത്തവാവ് ദിവസം ഉള്ള ഒരു ഇരുട്ട്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഓടുന്നത് കുറെ കൂടെ കനമുള്ള ഇരുട്ടിലോട്ട്, അല്പം കൂടെ ഡാർക്ക്. അടുത്തത് പിന്നത്തെ ഓട്ടം അടുത്തത് ശക്തമായ ഇരുട്ടിലോട്ടാണ്. പിന്നെ ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇരുട്ടിലോട്ട് ആയപ്പോഴത്തേക്ക് ഒന്നും അറിയാൻ വയ്യാത്ത രൂപത്തിലായി. പക്ഷേ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അതോടുകൂടി ഈ നാടകം അവിടെ അവസാനിച്ചു. തീർന്നു. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കിത് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ രാവിലെ 11 മണിക്ക് എണ്ണീൽക്കാത്തതുകൊണ്ട് വൈഫ് വന്ന് വിളിച്ചപ്പോഴാണ് എനിക്ക് കാല് ഇങ്ങനെ, ഈ മരിച്ചവരുടെ കാല് ഇങ്ങനെ അതുപോലെ വിരലുകളൊക്കെ വടിയായി. എത്ര മണിക്കൂർ കിടന്നു എന്നറിയില്ല. നമുക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ട് ഇങ്ങനെ ഈ എന്താ പറയാ, ഇങ്ങനെ മൃഗങ്ങൾ നടക്കുന്ന പോലെ ഈ കാല് നിരപ്പെ കുത്താൻ വയ്യ, വരത്തില്ല. മസിൽ മുഴുവൻ ഫ്രിജിഡായി കട്ടിയായി. ഈ മസിലൊക്കെ പോയി. അതൊക്കെ അങ്ങ് ഉൾവലിഞ്ഞു. പിന്നെ വളരെ പ്രയത്നപ്പെട്ടാണ്, ഒരു 2 ആഴ്ച കൊണ്ടാണ് തിരിച്ച് റിലീഫ് ചെയ്ത് ശരീരമൊക്കെ ശരിയാക്കി നമുക്ക് ഉപയോഗിക്കാവുന്ന രൂപത്തിൽ ഇപ്പൊ എനിക്ക് ഇവിടെ വരാൻ പറ്റിയ രൂപത്തിലൊക്കെ ആയത്. അങ്ങനെയാണ്. വേറെ വെർഷൻ ഉണ്ടായിട്ടുണ്ട്. അത് എവിടെ വെച്ചായിരുന്നു? ബദരി വെച്ച്. അങ്ങ് യാത്രകൾ പോകാറുണ്ടല്ലേ? എനിക്ക് യാത്രയേ ഉള്ളൂ. ബദരി വെച്ച് ഞാനുമുണ്ട്. വേറെ എൻ്റെ ഒരു കൂട്ടുകാരൻ, പാലക്കാടുകാരൻ്റെ ഒരു ഡോക്ടറുണ്ട്. ഞങ്ങളുടെ ആയുർവേദ ഡോക്ടറാണ്. ഞങ്ങളിവിടെ ബദരി പോയി. അപ്പം ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അന്ന് ഈ ഋഷികേശിൽ നിന്നാണ് ബദരിക്ക് ബസ്. അല്ല, ഹരിദ്വാറിൽ നിന്നില്ല, ഇപ്പം ഹരിദ്വാറിൽ നിന്ന്. അവിടുന്ന് ഞങ്ങൾ ബസ് കയറി ബദരിയിലിറങ്ങി ഒരു 2 സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചപ്പോൾ എൻ്റെ ശരീരം കുഴയുന്നെന്ന് തോന്നി. ഞാനങ്ങ് മറിഞ്ഞു. അതിൻ്റെ തൊട്ട് പിന്നിൽ ഞാൻ നിൽപ്പുണ്ട്. ഞാൻ നിൽപ്പുണ്ട്. അപ്പൊ തൊട്ട് അടുത്തുള്ള ആൾക്കാർ ഓടി വന്നു എന്നെ താങ്ങുന്നത് ഞാൻ കാണുന്നു. അടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്ക് കൊണ്ടുപോയി. ഈ ഡോക്ടർ പരിശോധിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. കാണുന്നുണ്ട്. അപ്പോ മലയാളത്തിലാണ് കേൾക്കുന്നത്. ഒരിക്കലും ഒരു മലയാളത്തിൽ സംസാരിക്കുന്നില്ല. പക്ഷെ ഞാൻ കേൾക്കുന്നത് മലയാളത്തിലാണ്. പുള്ളി തീർന്നു. ഇനിയും അങ്ങനെ അറിയിക്കേണ്ടവരെ അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്താ വേണ്ടതെന്ന് ചെയ്യുക. പുള്ളി എന്തായാലും ഓക്കെയാണ് എന്ന് ഡോക്ടർ പറയുന്നു. പക്ഷെ മലയാളത്തിലാണ് പറയുന്നത്. ഇതെല്ലാം മലയാളത്തിലാണ് ഞാൻ കേൾക്കുന്നത്. പക്ഷേ ശരിക്കും ഹിന്ദിക്കാരായിരുന്നു. എല്ലാവരും ഹിന്ദിക്കാരാ. പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ എല്ലാവരും ഹിന്ദിക്കാരാ, ആരും മലയാളി ഇല്ല. അതിനുശേഷം ആ അന്തരീക്ഷം ഒന്ന് ചുറ്റി നോക്കിയായിരുന്നു. അന്തരീക്ഷം അത് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി അവരെല്ലാം കഥകടച്ച് പുറത്ത് പോയി. പക്ഷെ ഞാൻ അവിടെ നിൽപ്പുണ്ടല്ലോ. ബോഡി അടുത്ത് കിടപ്പുണ്ട്. ഞാൻ അവിടെ കൂടെ നിൽപ്പുണ്ട്.
പക്ഷെ ഒരിക്കലും നമുക്ക് അവിടെ നിന്ന് മാറാൻ പറ്റത്തില്ല. മാറിയായിരുന്നേ ഡെത്തായി പോയി. ഞാൻ റൂം വിട്ട് വെളിയിൽ പോയായിരുന്നേ ഡെത്തായി. റൂം വിട്ടല്ല, എന്തോ ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ സിൽവർ കോഡ് എന്നോ മറ്റോ പറഞ്ഞ ഒരു കോഡുണ്ട്, ആ കോഡ് കട്ടായി പോയാൽ ഡെത്താണ്. അപ്പൊ അങ്ങേക്ക് അറിയാമായിരുന്നു പോവാൻ പാടില്ല എന്ന്? ഇല്ല, നമ്മുടെ ഉള്ളിലുള്ള അറിവുകളൊന്നും ആ മനസ്സിലെത്തില്ല. അതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു, ഒന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെ എന്റെ ബോഡി അത് ആരാലോ നിയോഗിക്കപ്പെട്ട് പെട്ടെന്ന് ആ ബോഡി ചെന്ന് കയറുക. അതിന് നമുക്കത് ആരാണ് അറിയില്ല. പെട്ടെന്ന് എനിക്ക് തിരിച്ചങ്ങ് കയറണം ഇല്ല, ആ ഉദ്ദേശവും ഇല്ല. കയറണ്ടെന്നുള്ള ഉദ്ദേശമാണ്, കയറണ്ടെന്നുള്ള ഉദ്ദേശം. അതുണ്ട്, കയറണ്ടെന്നുള്ളത്, ആ ഒരെണ്ണത്തിന് കയറണ്ടെന്നുള്ള ഉദ്ദേശം, കയറണ്ടെന്നുള്ള ഉദ്ദേശം. അപ്പോ ആ ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അതിനകത്തോട്ട് ചെന്നും കയറുകയാണ്. കയറി കഴിഞ്ഞു ഞാനായിട്ട് എന്നിട്ട് നോക്കിയപ്പോ ആരുമില്ല, എല്ലാരും പുറത്താ. പേടിച്ചില്ലേ അവരല്ലേ? എല്ലാരും പുറത്താ. അല്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ കഥയെ മുട്ടിയപ്പോ ഈ കൂട്ടുകാരൻ വന്ന്, അയാളെ വാതൊക്കെ നിൽപ്പുണ്ടായിരുന്നു. കൂട്ടുകാരൻ വന്ന് തുറന്ന് അയാൾ അന്തം വിട്ടു. അദ്ദേഹം മരിച്ചുപോയി. അല്ലെ, അന്നപ്പോഴല്ല, ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചു. അല്ല, ഞാൻ അതല്ല, അതിനുശേഷം മരിച്ചു. അല്ല, ഈ മരിച്ച ആള് ഡോറ് തുറന്ന് വരുന്ന ഒരു നമ്മൾ ഞെട്ടില്ലേ? അങ്ങനെ ഇരിക്കുന്ന ആത്മാവ് തന്നെയാണോ ഈ സോളായിട്ട് അലയുന്നത്? അല്ല, ഈ പറഞ്ഞ ആത്മാവ് തന്നെയാണ് സോളായിട്ട് അലയുന്നത്. അത് സോളല്ല, ഇത് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നതാണ്. നമുക്ക് 5 ശരീരമുണ്ട്: അന്നമയ കോശം, മനോമയ കോശം, പ്രാണമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. വിജ്ഞാനം, ആനന്ദം, ബ്രഹ്മ. അകത്തിരിക്കുന്ന 3 കോശങ്ങൾ ഒന്നിച്ചു ചേർന്നാൽ അതിനകത്തിരിക്കുന്ന മണിയാണ് ആത്മാവ്. ബാഹ്യമായ പ്രാണൻ മുതൽ പുറകോട്ടുള്ളതാണ് ബാഹ്യ ശരീരം. ഇവിടെ വെച്ചാണ് രണ്ടായിട്ട് വിഘടിക്കുന്നത്. പ്രാണശരീരത്തിന്റെ ഭാഗം വെച്ചിട്ട് ഇപ്പം മുക്തനാണെങ്കിൽ പ്രാണശരീരം ഉൾപ്പെടെ ഇവിടെ കളഞ്ഞിട്ട് പോകും. വിജ്ഞാനവും ആനന്ദവുമായിട്ട് ആത്മാവ് പോകും. മുക്തനല്ലെങ്കിൽ ഈ പറയുന്ന അന്നമയ കോശവും മനോമയ കോശവും പ്രാണമയ കോശവുമായിട്ട് ഇവിടെ കിടക്കും. അതാണ് നമ്മൾ ഈ പറയുന്ന മരണം. അതാണ് മരണം. അല്ല, ഈ മരണമൊക്കെ ഇതാണ് സാധാ മരണം. ഈ 3 കോശങ്ങൾ ഇവിടെ കളയുന്നതാണ്. ഈ 3 കവചങ്ങൾ, ഈ 3 കവറിങ് ഇവിടെ കളഞ്ഞാൽ മറ്റേത് കയറി പോകുന്നതാണ് സാധാരണ മരണം. മറ്റേത് അസാധാരണ മരണം എന്ന് പറഞ്ഞാൽ വിജ്ഞാനവും ആനന്ദവും കളയും. അകത്തെ 2 കോശം കൂടെ കളയും. അകത്തെ ആത്മാവ് മാത്രമായിട്ട് ഉയർന്നു പോകും. പിന്നെ അവർക്ക് ജനനമുണ്ടോ? അവർക്ക് ജന്മമുണ്ട്. ഞാൻ കഴിഞ്ഞ പറഞ്ഞല്ലോ, അവർക്ക് ജന്മം ഉണ്ടായതുകൊണ്ടല്ലോ എനിക്കിത് ഇപ്പൊ പറയാൻ പറ്റുന്നത്. ഞാൻ ആത്മാവിനെ കാണുകയും ചെയ്തിരുന്നു. എന്നെ അകത്തുനിന്ന് പൊട്ടി വരുന്ന പുറത്തു പോകുന്നത് കാണുകയും ചെയ്തിരുന്നു. ഒരു താമരമുട്ട് പോലെ എന്ന് ഞാൻ പറഞ്ഞു. തീർച്ചയായും. അപ്പോൾ അതൊന്നും അത് ബാധകമല്ല. എന്നിട്ട് ആ ജന്മത്തുണ്ടായ ഓർമ്മകളും എന്നിലുണ്ടല്ലോ. അച്ഛനെ ഇന്നാരായിരുന്നു, അമ്മ ഇന്നാരായിരുന്നു, ഭാര്യ ഇന്നാരായിരുന്നു, മക്കൾ ഇന്നാരായിരുന്നു. അതിലൊന്നും ഒരു വ്യത്യാസമില്ല. ഒരു വ്യത്യാസമില്ല. അപ്പൊ നമുക്കിത് പെട്ടെന്നൊരു ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് മരണം. ഇത് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് അടിയിൽ വന്ന് കമന്റുകൾ. അവർ മനസ്സിലാക്കാൻ ഒരുപാട് സമയം എടുക്കും. പിന്നെ എന്ത് പ്രയാസമായത് ഈ ഒരു തരത്തിലെത്താൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ഇത് ഈ നമ്മുടെ ഉള്ളിലേക്ക് പറ്റി നമുക്കറിയില്ല. അതാണ് വരുന്ന ഏറ്റവും വലിയ കോശം. ഇപ്പൊ ഞാനൊരു കോശങ്ങളെ, അത് കവറിങ്ങുകളെ പറ്റി ഒരെണ്ണം പറഞ്ഞു. അത് വേദങ്ങളും ഉപനിഷത്തുകളും വായിച്ചിട്ടുള്ളവർ മാത്രമേ അതറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതറിയില്ലെങ്കിൽ ഈ പറഞ്ഞ കവറിങ്ങിനെ പറ്റി ഒരു ഇതും കാണില്ല. ചത്തു, ശരീരം ഇവിടെ കിടകൊണ്ട് പിന്നൊന്നുമില്ല എന്ന് പറഞ്ഞങ്ങ് തീർക്കത്തേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥമായി എന്താ സംഭവിച്ചത്? സൂക്ഷ്മ ശരീരം പോവും, എവിടെങ്കിലും പോയി അയാൾ ചെയ്തിട്ട് കൂട്ടിയതിൻ്റെ അനുസരിച്ച് അയാളുടെ മരണാനന്തര ജീവിതം എവിടെങ്കിലും അവസാനിപ്പിക്കും. വീണ്ടും എവിടെങ്കിലും പോയോ അല്ലെ ഇവിടെ തന്നെ വന്നോ അയാൾ ഒരു ബീജത്തിൽ കയറി പുനർജനിക്കും.